ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നടന്ന് അലക്സാണ്ടർ നെവസ്കി ചർച്ചിൻ്റെ അവിടെയാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അവിടെ റഷ്യൻ ആയിട്ടുള്ള കുറേ എക്സിബിഷൻസ് ഒക്കെ ആ ചാപ്പലിൻ്റെ ഉള്ളിൽ അവർ വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എന്നൊക്കെ നമുക്ക് കയറി കാണാം കേട്ടോ. കുറേ പുരാതനമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഈ ചാപ്പലിൻ്റെ ഉള്ളിൽ അവർ സൂക്ഷിച്ചേക്കുന്നതൊക്കെ കാണാൻ പറ്റും. അതൊക്കെ നമുക്കൊന്ന് കയറി കണ്ട് നോക്കാം കേട്ടോ ഈ വീഡിയോയിൽ. ഇതൊരു റഷ്യൻ ഓർത്തഡോക്സ് പള്ളിയാണ് കേട്ടോ. 1859 ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന റൂമെന്ന് പറയുന്നത് റഷ്യൻ രാജകുടുംബങ്ങളുടെ ഛായാചിത്രങ്ങളും അവർക്ക് പ്രധാനപ്പെട്ട അവരുപയോഗിച്ചിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് ആ റൂമിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ടായിരുന്നു അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ റൂമിൽ നമ്മൾ കാഴ്ചകൾ കണ്ടതിന് ശേഷം അടുത്ത സെഷനിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2-ാം നൂറ്റാണ്ടിലെ ഹെറോഡിയൻ നഗരമതിലിൻ്റെ കണ്ടെത്തിയ ഭാഗം, കുറച്ച് ഭാഗത്തിൻ്റെ ഇതും അതുപോലെ തന്നെ കൊളനൈഡ് തെരുവിൻ്റെ ഒരു ഭാഗവും അതിൻ്റെ കമാന ഘടനയും അതിൻ്റെ ഒരു ഷേപ്പുമായിട്ടാണ് അടുത്ത സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാൻ പറ്റും. പിന്നെ അകത്തോട്ട് ചെല്ലുമ്പോൾ ചാപ്പലിൻ്റെ ഉള്ളിലോട്ടായതാണ് നമ്മൾ തലയിൽ ഷോൾ ഇട്ട് വേണം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാനായിട്ട്. അപ്പോൾ നമ്മളിതാ ആ കമാനത്തിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ വെച്ചേക്കുന്ന ആ ഒരു നഗരമതിലിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ ചെന്നേക്കുന്നത് കണ്ടോ. കോൺസ്റ്റന്റ് ചക്രവർത്തിയുടെ യഥാർത്ഥത്തിൽ 4-ാം നൂറ്റാണ്ടിലെ ഹോളി സെപ്പച്ചർ പള്ളിയുടെ അവശിഷ്ടങ്ങൾ ഒരു റഷ്യൻ ഓർത്തഡോക്സ് പള്ളിക്കുള്ളിൽ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ജെറുസലേമിലെ അലക്സാണ്ടർ നെവസ്കി പള്ളിയുടെ ചരിത്രം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. പള്ളിയുടെ സ്വത്ത് 1857 ഇമ്പീരിയർ ഓർത്തഡോക്സ് പാലസ്തീൻ സൊസൈറ്റിയുടെ കയ്യിലായി. ഈ ഒരു ഭാഗത്തെന്ന് പറയുന്നത് കുറേ ചിത്രങ്ങളൊക്കെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു താഴികക്കുട നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇത് യേശുവിനെ അടക്കം ചെയ്ത് യേശു ഉയർത്തെഴുന്നേറ്റ ആ കല്ലറുടെ മുകളിലുള്ള താഴികക്കുടത്തിൻ്റെ ഒരു ഷേപ്പായിട്ടാണ് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയല്ലോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു മതിലിൻ്റെയും ഗേറ്റിൻ്റെയും അവശിഷ്ടങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അത് യേശുവിൻ്റെ കാലത്ത് ജെറുസലേമിലെ മതിലും ന്യായവിധി കവാടവുമായിട്ട് അവരത് തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. യേശു ക്രൂശിപ്പിക്കപ്പെട്ട അവരുടെ ആ ഒരു പ്രദേശത്തെ പാരമ്പര്യം അനുസരിച്ചാണ് അവരത് ഓരോന്നും തിരിച്ചറിയപ്പെട്ടത്. യേശു കുരിശ് തറയ്ക്കപ്പെട്ട ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ യേശു കടന്നുപോയ കവാടമായിട്ടാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ടോ. യേശുവിനെ കുരിശിൽ തറച്ച ഗോൽഗോത്ത, ഗ്രീക്കിൽ ഗോൽഗോത്ത എന്നാണ് നമുക്ക് ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ലാറ്റിൻ ഭാഷയിലാണെങ്കിൽ കാൽവരി എന്ന് പറയും. ആ സ്ഥലത്ത് നിന്ന് അല്പം മാറി, അതായത് നമ്മുടെ നഗരമതിലുകൾക്ക് പുറത്ത് ഒരു പുതിയ കോൺസ്റ്റൻറ്റേറ്റിൽ നിർമ്മിച്ചു കേട്ടോ. അതാണ് നമ്മുടെ ഈ അലക്സാണ്ടർ നെവസ്കി സമുച്ചയം എന്നറിയപ്പെടുന്ന ഈ ഒരു ചാപ്പൽ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കല്ലെന്ന് പറയുന്നത് ആ കാൽവരിയിൽ യേശുവിനെ കുരിശിൽ തറച്ച അവിടുത്തെ ഒരു പാറ, അവിടുത്തെ ഒരു ഭാഗം കൊണ്ടുവന്ന് വെച്ച് ആണ് ഇവിടെ ഈ ഒരു കുരിശ് നാട്ടിയിരിക്കുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവരവിടെ ഈ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഞാൻ ആ കല്ലിൻ്റെ അവിടെ നമുക്ക് തൊട്ടൊക്കെ പ്രാർത്ഥിക്കാനുള്ള ആ കാൽവരി മലയിൽ നിന്ന് കൊണ്ടുവന്ന അതിൻ്റെ ആ ഒരു കല്ലിൻ്റെ ഭാഗമാണെന്നാണ് അവിടെ പറയപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമുക്കൊന്ന് തൊട്ട് പ്രാർത്ഥിക്കുവാനൊക്കെ പറ്റിയിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാട്ടിത്തരികയാണ് കേട്ടോ. പള്ളിക്കുള്ളിലെ ഓരോ കാഴ്ചകളും ഗുഹകളും പിന്നെ അവിടെ ഒത്തിരി വർഷം ചെന്ന മണികളും ഒക്കെ അവരവിടെ സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഞാൻ പോകുന്ന വഴിക്ക് അവിടെ ജെറുസലേമിൽ തന്നെ ചെറിയ ചെറിയ പള്ളികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറി പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് എടുത്തതൊക്കെയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. കണ്ടോ, നല്ല ഭംഗിയായിട്ടാണ് അവർ ഓരോന്നും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കേട്ടോ.
കാൽവരി പള്ളി പണിതപ്പോഴത്തേക്ക് അവിടുന്ന് കൊണ്ടുവന്ന ഒരു പാറയുടെ മുകളിലാണ് ഈ കുരിശ് ഇവിടെ നാട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയുള്ള സ്റ്റെപ്പ് വഴി നമുക്ക് മേളിലത്തെ ഒരു ഭാഗത്തോട്ട് പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടെ ക്ലോസ് ചെയ്തേക്കുവാണ്. അപ്പോൾ വീണ്ടും നമ്മൾ വന്ന സൈഡിൽ കൂടി ഇപ്പുറത്തെ സൈഡിൽ കൂടി പോയിട്ട് വേണം അവിടെ എത്താനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്ന് പോകുന്ന വഴിക്ക് യേശുവിൻ്റെ കുരിശിൻ്റെ ആ വഴിയിലെ കുറേ രംഗങ്ങളൊക്കെ അവിടെ ഫോട്ടോയിൽ ചിത്രീകരിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ റോമൻ ആയിട്ടുള്ള ഒരുപാട് വിശുദ്ധരുടെ ഒരു ഫോട്ടോകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റൂമിനുള്ളിലെ ആ ചിത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയായിട്ടാണ് അവർ അവിടെ ഓരോന്നും സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. കണ്ടോ, വളരെ വിശിഷ്ടമായിട്ടാണ് അവരിതെല്ലാം സൂക്ഷിച്ച് വെക്കുന്നത്. നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്ത് അതെല്ലാം വരുന്ന തീർത്ഥാടകരെയൊക്കെ കാണിക്കുവാനായിട്ടാണ് അവരോരോന്നും സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഈ ഫോട്ടോകളിലൂടെയൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് ആ ഫോട്ടോയും എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഓരോന്നും. ഈ പള്ളിക്കുള്ളിൽ കൂടുതലും വളരെ പ്രധാനപ്പെട്ട കുറേ പഴയ രേഖകളും പഴയ കാലത്തെ കുറേ കാര്യങ്ങളൊക്കെ ഖനനം ചെയ്ത് കിട്ടിയ കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ അവർ പുതിയതായിട്ട് വരച്ചുണ്ടാക്കിയ ആ കുറേ ചിത്രങ്ങളും എല്ലാമാണ് ഈ പള്ളിക്കുള്ളിൽ അവർ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. പഴയ കാലത്തെ ഓരോന്നിൻ്റെ കുറേ ശിലകളും തൂണുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഓരോന്നും പറയണമെന്നുണ്ട്, കാരണം ഒക്കെ പറഞ്ഞാൽ ഒത്തിരി വീഡിയോയുടെ ലെങ്ത് ആകും. ഇവിടെ ഓരോന്ന് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, ഓരോന്ന് എന്താണ് ഏതാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് കാണാൻ തന്നെ പറ്റുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ. ഇതെല്ലാം കണ്ടവരെല്ലാം അതൊക്കെ ചിലൂടിൻ്റെ ഉള്ളിൽ അവരിട്ട് വെച്ചേക്കുന്നതാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ റൂമിൻ്റെ ഉള്ളിൽ, ഈ ചാപ്പലിൻ്റെ ഉള്ളിൽ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ഉണ്ട് ഇങ്ങനെ കാണുവാനായിട്ട്. കുറേ ഇങ്ങനെ പഴയകാല കുറേ കാര്യങ്ങളെല്ലാം അവരിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, പണ്ടത്തെ കാലത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുർബാന വസ്ത്രങ്ങളും എല്ലാം അവിടെ കാണാൻ സാധിക്കുന്നതാണ്. പഴയകാല കുറേ കെട്ടിടങ്ങളുടെയും മതിലുകളുടെയൊക്കെ തൂണുകളും ശിലകളും ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്ന് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതെല്ലാം പ്രത്യേകം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി ടൈം ആകുമേ, അതുകൊണ്ടാണ്. പിന്നെ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പ്രധാനപ്പെട്ട ഓരോ വിശുദ്ധരുടെയും ഒക്കെ രൂപങ്ങളും ഫോട്ടോകളൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങോട്ട് ഓരോന്നും ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഓരോ അവരുടെ അടുക്കള, അവരുടെ ബെഡ്റൂമിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് അവരവിടെ ഓരോ സ്ഥലത്തും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ടോ, ഇതൊക്കെ അടുക്കളയിലൊക്കെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ അവരവിടെ സെറ്റ് ചെയ്ത് നമ്മുടെ വരുന്ന ടൂറിസ്റ്റുകൾക്കായിട്ട് അവരവിടെ ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ആ താഴത്തെ ഭാഗത്താണ് നമ്മൾ ആ സ്റ്റെപ്പ് കയറി വരാൻ നോക്കിയത് കേട്ടോ. അവിടെ ബ്ലോക്ക് ചെയ്തേക്കുന്ന കാരണമാണ്. എങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോയിലൂടെ ഈ ഒരു ചാപ്പലിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചല്ലോ അല്ലേ. നമ്മുടെ യേശുവിനെ കുരിശിൽ തറച്ച് യേശു ഉയർത്തെഴുന്നേറ്റ ആ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ചാപ്പലും സ്ഥിതി ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾക്ക് ഇസ്രായേലിലെ ഇതുപോലെയുള്ള കാഴ്ചകളും ഇവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇതുപോലെയുള്ള വീഡിയോകളിലൂടെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ പഴയ കാലത്തെ കുറേ ഖനനം ചെയ്ത് കിട്ടിയതും അവർ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതുമായ കുറേ സാധനങ്ങളുടെയൊക്കെ വീഡിയോ നിങ്ങളെ കാട്ടിത്തരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും
നമ്മുടെ ഈ ചാനലിലൂടെ ഇസ്രായേലിലെ ഞാൻ കണ്ട കാഴ്ചകളാണ്. ഇസ്രായേൽ ജെറുസലേം പള്ളിയോട് ചുറ്റുവട്ടമുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഓരോ വീഡിയോയിലൂടെയും കാട്ടിത്തരുന്നത്. അപ്പോൾ ജെറുസലേമിലെ കാഴ്ചകൾ കാണുവാനായിട്ട് യേശുവിൻ്റെ പള്ളിയിൽ യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലവും യേശുവിൻ്റെ കല്ലറയും വിലാവും മതിലും മുസ്ലിം പള്ളിയുടെയൊക്കെ ദൂര കാഴ്ചകളും ഒക്കെ കാണാനായിട്ട് നമ്മുടെ ഓരോ വീഡിയോസിലും അതിൻ്റെ കുറേശ്ശെ ഭാഗങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണണമെന്നുള്ളവർ കയറി കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ആ പെട്ടിക്കുള്ളിൽ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവരവിടുത്തെ ചിത്രങ്ങളൊക്കെ കാണിച്ചു തരികയാണ്. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പറഞ്ഞു തരുന്ന ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. പിന്നെ അവിടെ കുറേ ആ കുരിശിനടിയിലെ കുറേ ഭാഗങ്ങളൊക്കെ അവരവിടെ ചിത്രീകരിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഈ പള്ളിയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നാൽ ഇനി തിരിച്ച് പോകാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരെണ്ണം കണ്ടപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ തിരുവോരത്തിലോട്ട് വീണ്ടും പള്ളിയുടെ അവിടെ നിന്ന് നേരെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. നമുക്ക് ആ ജെറുസലേമിലെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും കവാടവും അതുപോലെ തന്നെ അവിടെ ഒരു കുരിശിൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ചേക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. നമുക്ക് അടുത്തോട്ട് ചെല്ലാം ഇരുന്നിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് പോരുന്ന വഴിയിൽ നമുക്ക് ഈ കുരിശിൻ്റെ വഴിയിൽ ചില ഭാഗങ്ങളൊക്കെ അവരവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന ഭാഗത്ത് ഇന്ന കുരിശിൻ്റെ വഴിയുടെ ഈ ഭാഗമാണ് നടന്നതെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. കാരണം ഒരുപാടുണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനാണെങ്കിൽ. അപ്പോൾ അത് കാരണം അതൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. കാരണം എൻ്റെ ഫോണിൽ സ്പേസും ഇല്ല ഇതെല്ലാം കൂടി അപ്ലോഡ് ചെയ്ത് സ്റ്റോറേജ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഫോണിൽ ചാർജും ഒക്കെ അങ്ങ് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഞാനന്ന് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് അന്നേരം തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. കാരണം ഇങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ കാണുവാനായിട്ട്, നടന്ന് കാണാനാണെങ്കിൽ. അപ്പോൾ അത് കാരണം എല്ലാം ഷൂട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ടൈമും എടുക്കും. അത് കാരണമാണ് എനിക്കെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്. പിന്നെ ആ കൂട്ടത്തിന് ഞാൻ ആ പോകുന്ന വഴിക്കെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലെന്ന് പറയുന്നത് ജെറുസലേമിലെ നമ്മുടെ ചർച്ചിൻ്റെ കുറച്ച് അലക്സാണ്ടർ നെവസ്കി ചർച്ചിൻ്റെ ആ ഒരു ചാപ്പലിൻ്റെയും അവിടെ വെച്ചേക്കുന്ന ഖനനം ചെയ്ത ഒരുപാട് പഴയ ശിലകളും അതുപോലെയുള്ള കുറേ കാര്യങ്ങളുടെയും ഒക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാട്ടിത്തന്നത് കേട്ടോ. അപ്പോൾ ഇസ്രായേലിലെ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. ഇനിയും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് ഇസ്രായേലിലെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സമയം പോലെ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തതിൻ്റെയൊക്കെ കുറച്ച് ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടുതലായിട്ട് കാണണം, ജെറുസലേമിലെ കാഴ്ചകളൊക്കെ കാണണമെന്നുള്ളവർ നമ്മുടെ ചാനലിൽ കയറി കാണുക കേട്ടോ. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് കേട്ടോ. യേശുവിൻ്റെ കല്ലറയുടെയും യേശു ഉയർത്തെഴുന്നേറ്റ ആ കല്ലറയും യേശുവിനെ കിടത്തിയ കല്ലും ഗാഗുൽത്ത മല, അതായത് നമ്മുടെ കാൽവരി മലയും ഒക്കെ ഈ വീഡിയോയിൽ ഈ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണുന്നവർ കയറി കാണുക കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.